ഹായ്, ഇന്ന് രാവിലെ ഞങ്ങൾ നേരത്തെ എണീച്ചിട്ട് നേരെ പോകുന്നത് ചേർത്തല സൈറ്റിക്കാണ് കേട്ടോ. നമ്മുടെ 2-3 സ്റ്റാഫ് മോനിപ്പള്ളിയിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ആക്കാനും ഉണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ നേരത്തെ സൈറ്റിലെത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി 2 ദിവസം ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അന്ന് പറഞ്ഞിരുന്നല്ലോ മനുവിൻ്റെ ട്യൂബ് ഒരു സ്റ്റെൻറ്റ് ഇട്ടിരിക്കുകയാണ് വയറ്റിൻ്റെ ഉള്ളിൽ, അപ്പോൾ അത് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇന്ന് സ്കാനിങ് കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ ഇന്ന് അവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും, നാളെ ആയിരിക്കും റിമൂവിങ്. ഹായ്, ഞാൻ എല്ലാ വീടും അടിപൊളിയാണെന്ന് തന്നെ പറയാറ്. പക്ഷേ ഈ ഒരു വീട് ഫുള്ള് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ എലിവേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. പറയുമ്പോൾ ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാലും അതിനേക്കാളും ഒന്നും കൂടി ഭംഗി കൂടാനാണ് സാധ്യത. കാരണം അതിൽ എലിവേഷനിൽ നമ്മൾ ഫ്രണ്ടിൽ 1 മീറ്ററോളം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ഷോ വാളെന്നല്ല അതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിന് ഫ്രണ്ടിൽ 4 ഷോ വാൾ വരുന്നുണ്ട്. 2 ഷോ വാൾ 60 സെൻറ്റിമീറ്ററിൻ്റെയും സിറ്റ് ഔട്ടിൽ വരുന്ന 2 ഷോ വാൾ നമ്മൾ 1 മീറ്ററാണ് വെച്ചിരിക്കുന്നത്. ആ 1 മീറ്ററിൻ്റെ മിഡിലാണ് കേട്ടോ നമ്മൾ ഈ ഗ്യാപ്പ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ നമ്മൾ 1 മീറ്റർ ഷോ വാൾ വെച്ച് എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ അവിടെ സ്റ്റെപ്പ് വരുന്നിടത്ത് ഏകദേശം ഒരു 1.30 നമ്മൾ സ്ലാബ് പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഹൈറ്റ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇത് കറക്റ്റ് 45 സെൻറ്റിമീറ്ററിൽ നമ്മളിതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യും. ബാക്കിയെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ളതാണ്. അതായത് 2 സ്റ്റെപ്പേ വരുള്ളൂ. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇതിലേക്ക് വരും. പിന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറും 9 ഇഞ്ചല്ലേ? 9 ഇഞ്ചല്ലേ? അതായത് റെഡിമെയ്ഡ് ഡോറാണ്. അപ്പോൾ 9 ഇഞ്ചാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. 9 ഇഞ്ചൊക്കെ തിക്നെസ് കൂട്ടുമ്പോൾ വെറുതെ കോൺക്രീറ്റിൽ മാത്രമല്ല കേട്ടോ തിക്നെസ് കൂട്ടുക. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഡബിൾ നെറ്റ് ആക്കിയിട്ട്, അതായത് ഫുള്ള് റിങ് അടിച്ച് ചെയ്യണ പോലെ ആ ഒരു രീതിയിൽ വേണം തിക്നെസ് കൂട്ടുന്ന ചുമരുകളൊക്കെ നമ്മൾ തിക്നെസ് കൂട്ടാനായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ടെന്ന് അല്ലേ, റെഡിമെയ്ഡ് ഡോറ് വെക്കുകയാണെങ്കിൽ എന്താ ചെയ്യുകയെന്ന്. അപ്പോൾ റെഡിമെയ്ഡ് ഡോറാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോറ് വെക്കണ ആ ഒരു സ്പേസ് ഈ ഒരു രീതിയിൽ ആക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ജനൽ വെച്ചിരിക്കുന്നത് നമ്മൾ 5 ഇഞ്ച് തിക്നെസ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് 9 ഇഞ്ചാകുമ്പോൾ ഒന്നും കൂടി മാച്ച് ആയിക്കോട്ടെ വെച്ചിട്ട് അതിൻ്റെ 5 ഇഞ്ചാണ് തിക്നെസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 5 ഇഞ്ച് തിക്നെസ് ഇട്ടിട്ട് ബാക്കി ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ നമ്മൾ തിക്നെസ് കൂട്ടിയിട്ട്. കാരണം ആ ജനലിൻ്റെ ഒരു ഏരിയ നമ്മൾ തിക്നെസ് കൂട്ടുന്നതിൽ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല, അടിയത്തെ സ്പേസും കൂടി പോവാന്ന് മാത്രം. അപ്പോൾ ഈ ജനൽ കഴിഞ്ഞിട്ട് സാധാരണ വീടിൻ്റെ ജനൽ എങ്ങനെയാണെന്ന് നോക്കുക, അതേപോലെ ഒരു പ്രൊജക്റ്റ്, ഒരു തരിപ്പ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിലെ എലിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലെ ജനലൊക്കെ 3 പാളി എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ജനലെല്ലാം 2 മീറ്ററാണ്. 2 സൈഡിലത്തെ തുറക്കാം, മിഡിലത്തെ ഫിക്സ്ഡ് ഗ്ലാസ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ സ്റ്റെയർ കേസ് വരുന്നതിൻ്റെ അവിടുത്തെ 3 തുറക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. കാരണം ഹാളിലേക്ക് ഒന്നും കൂടി വെളിച്ചവും കാറ്റും കൂടി വരണമെന്നുണ്ടെങ്കിൽ അതും കൂടി തുറക്കുക വെച്ചിട്ട്. കാരണം ഇപ്പോൾ അമ്മു നിൽക്കണ ആ ഒരു ഏരിയയിലാണ്, അമ്മല്ല നമ്മളെ പയ്യൻ നിൽക്കണ ആ ഏരിയയിലാണ് സ്റ്റെയർ കേസ് വരിക. അതായത് ഇവിടുന്ന് കയറിയിട്ട് ഈ ജനലിൻ്റെ മുകളിൽ ഫുൾ ലാൻഡിങ് ആയിട്ടാണ് വരിക. അങ്ങനെ ഫുൾ ലാൻഡിങ് വന്നിട്ട് തിരിഞ്ഞ് ഓപ്പോസിറ്റ് തിരിഞ്ഞ് കയറണ മാതിരി. അപ്പോൾ ആ ജനലിൻ്റെ അടിയത്തെ കംപ്ലീറ്റ് സ്പേസും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് പാലക്കാടാണ് അല്ലേ? പാലക്കാട് ശ്യാമേട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അവരിതും പ്ലാനിൽ ഇതേപോലെ ഒന്നും ആയിരുന്നില്ല, അവിടെ ചെരിഞ്ഞിട്ടായിരുന്നു. നമ്മളത് കോണിയുടെ സ്പേസ് കുറച്ചും കൂടി നീളം കൂട്ടിയിട്ട് അങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ശ്യാമേട്ടൻ്റെ ബ്രദറിനും നന്നായിട്ട് ഇഷ്ടമായിരുന്നു. കാരണം ഒരുപാട് സ്പേസ് അവർക്ക് അവിടെ കിട്ടി. ആ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ വീട്ടിൽ നമ്മളൊരു കോട്ടിയാടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കണത്. അത് ഇനി അപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം. എന്തായാലും ഇലക്ട്രിക്കൽ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഏതിന് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ സൺഷെയ്ഡും അതേപോലെ ജനലിൻ്റെ മുകളിലേക്കുള്ള ബാക്കിയുള്ള 3 അടി ഹൈറ്റും ഒറ്റ ദിവസമാണ് കോൺക്രീറ്റ് ചെയ്യുക. അതായത് സാധാരണ രീതിയിൽ ലിൻഡൽ കഴിഞ്ഞ് ആ ലിൻഡൽ കോൺക്രീറ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് പടവ് തുടങ്ങുക. നമ്മളത് അങ്ങനെയല്ലേ വരിക. നമ്മളത് ഷെയ്ഡ് ഇടുന്ന ആ ഒരു ഏരിയയും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ബാക്കിയുള്ള 3 ഫീറ്റും ഒറ്റ ദിവസമാണ് കോൺക്രീറ്റ് ചെയ്യുക. പിന്നെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ജനലുകളും നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്, അങ്ങനെ ചെയ്യാറില്ല. കംപ്ലീറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ സൺഷെയ്ഡിൻ്റെ മുന്നേ ആയിട്ട്, ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൺഷെയ്ഡിൻ്റെ മുന്നേലുമായിട്ട് നമുക്ക് ജനലുകൾ വെക്കണതാണ് നല്ലത്. ചെറിയ ചെറിയ വെൻറ്റിലേഷൻ എന്നാണെങ്കിൽ കുഴപ്പമില്ല. വലിയ ജനലുകളൊക്കെ എന്തായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലത്തെ ഇത് 2 മീറ്ററിൻ്റെ ജനലാണ്. ഇതൊക്കെ ജനൽ വെച്ചിട്ട് മുകളിലത്തെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഫുള്ളായിട്ട് ഇപ്പോൾ മുകളിൽ നിന്നുള്ള കൂട്ടിപ്പിടുത്തം ഇതിനുണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഇടുന്നതിനെ കൊണ്ടൊരു പ്രശ്നമുള്ളത്. സിംഗിൾ കള്ളി ജനലാണ് വരുന്നത്. ഈ ഒരു വീട് നമ്മൾ കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് അതിൻ്റെ ചുമരുകൾ വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ എത്ര 18-ാം തീയതിയോ? അതിലൊരു 2-3 ദിവസത്തെ ഒരു ലീവും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗ്യം മഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അതിലൊരു വർക്ക് ഡിലേ വന്നിട്ടുണ്ട്. എന്തായി കഴിഞ്ഞാൽ നമുക്കിതൊരു 1 മാസം കൊണ്ട്
ഏകദേശം തീരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഒരുപാട് ഷോ വാളുകളുണ്ട്. പിന്നെ ജനൽ വഴുകി വെച്ച കാരണം കൊണ്ട് അതിൻ്റേതായ കുറച്ച് ഡിലേകൾ വന്നു. ജനൽ കുറച്ച് കിട്ടാൻ ഇവിടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജനലിൻ്റെ ഒരു കൺഫർമേഷന് ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു ഈ വീടിന്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് തുടങ്ങുമ്പോഴേ ജനൽ റെഡി ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എലിവേഷനും ഒക്കെ നോക്കി പിന്നെ ഇവർക്ക് കുറച്ച് ചേഞ്ചസ് ഇവർ ഇടയിലിടയിൽ മാറ്റിയത് കൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വന്നു. പിന്നെ എലിവേഷൻ നിങ്ങൾ ആദ്യം കണ്ട പോലെയല്ല. അതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഇത് മാറ്റി. അപ്പോൾ സ്റ്റെയർ കേസ് ഫുൾ ഹാൻഡിങ് വന്നപ്പോൾ അവർക്ക് അവിടെ ഒരു ബേ വിൻഡോ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ക്ലയൻറ്റിൻ്റെ സന്തോഷമാണ് നമ്മൾക്കും വേണ്ടത്. ഇതിലിപ്പോൾ ഈ ഹാളൊന്നും ഇങ്ങനെ ഇരുന്നില്ല. ഹാള് കുറച്ചും കൂടി ചുമരുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഒന്നും കൂടി ഓപ്പൺ എന്ന് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചുമര് ഇട്ടിട്ട് ഒരു കട്ടിങ് വരെ ചെയ്തു. കാരണം ഈ ഹാൾ ഇത്ര സ്പേസ് ഉണ്ടായിരുന്നില്ല. അതായത് മെയിൻ ഡോറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 90 സെൻറ്റിമീറ്ററിൻ്റെ ചുമര അവിടെയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ജനൽ ചെയ്തത്. പക്ഷേ നമ്മൾ ഇതിൽ പിടിപ്പിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം നമ്മളിതിലേക്ക് സെയിം അതേ കമ്പിയിലേക്ക് തന്നെ നമ്മൾ ജനലെല്ലാം വെൽഡിങ് അടിക്കുകയാണ് ചെയ്തത്. സാധാരണ രീതിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനലുകൾ കൊടുത്തിട്ട് പിന്നെ സിമെൻറ്റിലാണ് ഉറപ്പിക്കാൻ പറ്റുക. നമ്മളത് അങ്ങനെയല്ല, അടിയിൽ കമ്പിയുണ്ട്, സൈഡിൽ കമ്പിയുണ്ട്. ആ കമ്പിമേക്ക് കൂട്ടി വെൽഡിങ് അടിക്കുകയാണ് നമ്മൾ ചെയ്യുക. പിന്നെ നോർമലായിട്ട് ചെയ്യണ പോലെ തന്നെ ജനലിൻ്റെ മുകളിലേക്ക് പൊക്കണ 3 അടിയിലേക്ക് നമ്മൾ ജനലിൻ്റെ മുകളിൽ നിന്നാണ് കമ്പി വെൽഡിങ് അടിച്ചിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എന്തായാലും പിടുത്തത്തിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. സെയിം ടൈമിൽ ഇടണില്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഇടാത്തതുകൊണ്ട് ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ജനൽ കുറച്ചും കൂടി ക്ലീൻ ആൻഡ് വൃത്തിയായിട്ട് കിടക്കും. കാരണം അല്ലേ, ഇത്ര ദിവസത്തെ കോൺക്രീറ്റും കാര്യങ്ങളൊന്നും ആ ജനലിൽ ആയിട്ടില്ല. ഇനിയിപ്പോൾ മെയിൻ സ്ലാബിൻ്റെ ആ സമയത്ത് ആവണത് മാത്രം നമ്മൾ ക്ലീൻ ചെയ്ത അപ്പോൾ ക്ലീൻ ചെയ്യാൻ ഇവരോട് പറയുന്നുണ്ട്. അതായത് എല്ലാ ജനലും മാക്സിമം ക്ലീൻ ചെയ്യാൻ നമ്മൾ നോക്കാറുണ്ട്. എന്നാലും ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആവും. പിന്നെ പല വീടുകളും ഞാൻ ചെയ്യണേൽ എനിക്ക് ഏറ്റവും വലിയ സങ്കടം വരുന്നത് ഈ ജനലിൻ്റെ ഒരു ഫൈനൽ പെയിൻറ്റിങ് തന്നെയാണ്. അത് ഞങ്ങളെ ജനലിൻ്റെ കുഴപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ജനലിൻ്റെ കുഴപ്പമല്ല. ഞാൻ ഏതൊരു വീട് കംപ്ലീറ്റ് ചെയ്യണോ ആ വീടിൻ്റെ ജനൽ ഫിനിഷിങ്ങിൻ്റെ പക്ക വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ ശരിയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ തോമസ് ചേട്ടൻ്റെ വീടിൻ്റെ ഫൈനൽ ഫിനിഷ് നമ്മളായിരിക്കും ചെയ്യുക. അങ്ങനെ ചെയ്യണ സമയത്ത് ആ ജനലിൻ്റെ ഫൈനൽ ഫിനിഷ് എല്ലാ ആൾക്കാർക്കും ഞാൻ കാണിച്ചു തരുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നല്ല വലിയ ജനലുണ്ട്, അതേപോലെ അതിന് സ്റ്റീൽ ഷട്ടറുകളുണ്ട്. അതെന്തായി കഴിഞ്ഞാൽ സ്പ്രേ പെയിൻ്റ് അടിച്ച് നല്ല സൂപ്പർ ആക്കിയിട്ടേ ഉള്ളൂ നമ്മളെ വീട്. അതേപോലെ തന്നെ ലിഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അത് പറഞ്ഞു കൊടുക്കാനും. അതേപോലെ ഇതൊക്കെ ചെറിയൊരു എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഈ ഷോ വാളുകൾ ഇടുന്നതും ഇപ്പോൾ ഈ വീട് ഭംഗിയാക്കാൻ നമ്മൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഭംഗിയാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അതുപോലത്തെ ഒരു ക്ലയൻറ്റിനെ കിട്ടണം. അതായത് അവർ നമ്മളോട് പറയണം, നിങ്ങൾ സൂപ്പറാക്കി തരും, നമുക്ക് പൈസ ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞൊരു ക്ലയൻറ്റിനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ കംപ്ലീറ്റ് ഐഡിയാസും അവരിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അല്ലേ, അതവർക്ക് നല്ലതാണെങ്കിൽ എടുക്കാം. പക്ഷേ ഇതിനൊക്കെ എക്സ്പെൻസ് വരുന്നതൊരു ഭാഗം ഉണ്ടാവുകൊണ്ട് നമുക്ക് ക്ലയൻറ്റിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെയും കൊണ്ട് പറ്റാവുന്ന പോലെ നമുക്ക് മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യുക, അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. എന്ന് ഒരു ക്ലയൻറ്റ് വന്നിട്ട് എന്നോട് പറയണോ, മനോജ് പൈസ ഒരു വിഷയമല്ല, നീ സൂപ്പറാക്കിയൊരു വീടുണ്ടാക്കി കൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം കാണുന്നതിലെ കണ്ണ് തള്ളിപ്പോവും. അങ്ങനത്തെ ഒരു വീടായിരിക്കും ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുക.